മൈൻഡ് പേഴ്സൺ, ബ്രെയിൻ പേഴ്സൺ എന്നൊക്കെ നിങ്ങൾ കേൾക്കും അല്ലെ. ഇതുപോലെ സോൾ പേഴ്സൺ എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ മറ്റത് പല രീതിയിലും കേട്ടിട്ടുണ്ടാവും. ഇനി സോൾ പേഴ്സൺ എന്ന് ഞാനിട്ടൊരു പേരാണ് കേട്ടോ. അതായത് ആത്മാവിന്റെ ഇംഗിതം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഭൂമിയിൽ ദൈവം വിളിച്ചിട്ടുള്ള ചില ആത്മാക്കൾ, ചില വ്യക്തികളാണ് സോൾ പേഴ്സൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ സോൾ പേഴ്സൺസിന് ദൈവം വരച്ചു വെച്ച ഒരു ഡിസൈൻ ചെയ്തു വെച്ച ഒരു ജീവിതം ഉണ്ടായിരിക്കും. അവർ അതിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ എലമെന്റ്സും ചേർന്നതായിരിക്കില്ല, പക്ഷെ അവരുടെ ആത്മാവിന് ഗുണകരമായ കാര്യങ്ങൾ ചേർന്നതായിരിക്കും. ഇപ്പൊ വിദേശത്തേക്ക് നിങ്ങൾ പോകണോ പോകണ്ടേ, നിങ്ങളെ ഈ ജോലിക്ക് പോകണോ പോകണ്ടേ, നിങ്ങൾ എത്ര പേരുമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്, നിങ്ങളുടെ ബന്ധപ്പെടുന്ന മനുഷ്യർ ഏതൊക്കെയാണ്, നിങ്ങൾ പോകേണ്ട സാഹചര്യം ഏതൊക്കെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഒരു കരം പ്രവർത്തിച്ച് നിങ്ങളുടെ ആത്മാവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വർഗീയ ജീവിതത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങളുടെ ദൈവം കൃത്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആത്മീയ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ജീവിതം. ഇത് ദൈവം ഈ സോൾ പേഴ്സൺ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തിന് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് അനുഗ്രഹം മാത്രമല്ല, ഇത് സഹനങ്ങളുടെ ഒരു യാത്ര കൂടി ആയിരിക്കാം. കാരണം നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിലെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസൻസ്, ഡിവൈനിറ്റിയുടെ എനർജി കൂടുന്തോറും അത് ശക്തിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന എനർജി ഉണ്ടാവുമല്ലോ. അതായത് പോസിറ്റീവ് എനർജിക്ക് നെഗറ്റീവ് എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന പോലെ നിങ്ങളിൽ ഒരു ഡിവൈൻ എനർജി ഉണ്ടെങ്കിൽ അതിനെ ഞെരുക്കുന്ന ഈ ലോകത്തിന്റെ ഒരു അരൂപിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്യും, ഡിറ്റാച്ച്മെന്റ് ഫേസ് ചെയ്യും, മനുഷ്യന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ ലോൺലിനെസ് ഫേസ് ചെയ്യും. നിങ്ങളെ അങ്ങനെ ഒരുക്കി വാർത്തെടുത്ത് ഇതൊന്നുമല്ല സത്യം, സത്യം എന്ന് പറയുന്നത് ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ്, നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് നിങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം മുടച്ചു വാർക്കും. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ നിസ്സഹായമായിട്ട് കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ജീവിതത്തിന്റെ വ്യർത്ഥത എന്തുമാത്രമാണെന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുകയും മെന്റൽ സ്ട്രഗിളുകളുടെ അങ്ങേ അറ്റത്ത്, ഡിപ്രഷന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ചുറ്റുമുള്ളതൊന്നും അല്ല യഥാർത്ഥ ലോകം. നിങ്ങൾ ഉള്ളിലേക്ക് തിരിയുകയും നിങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ സ്വരം കേൾക്കാനും മനുഷ്യന്മാരുടെ സ്വരങ്ങളൊക്കെ മ്യൂട്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കും. ദൈവം നിങ്ങളുടെ ഒരു ജീവിതത്തിന് രൂപം കൊടുക്കും, ഒരു ഫോർമേഷനിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾക്ക് ആത്മീയ ലോകത്തിലേക്കുള്ള ടിക്കറ്റ് തരും. അതായത് ദൈവവുമായിട്ടുള്ള യാത്രയിലേക്കുള്ള ഒരു ഓപ്പൺ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരും. അതൊരു ദൈവാനുഭവമാകും, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആവും. അതിനുശേഷം നിങ്ങളൊരു സോൾ പേഴ്സൺ ആണ്. നിങ്ങളുടെ ആത്മാവിനെ പിന്നെ നയിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കല്ല. അതൊരു സ്ട്രഗിൾഫുൾ ജേണി ആണെങ്കിലും ക്രിസ്തു അതേ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ലോകത്തിൽ എന്തിനാ വന്നതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്നുള്ള ഞെരുക്കം ഈശോ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർത്തിയാക്കേണ്ടതെല്ലാം പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് തന്നെ കർത്തവ്യം പൂർത്തിയാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. സോ അതേ യാത്ര ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയേ പറ്റൂ. അതിനോട് മറുതലിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകും. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനോടുള്ള വിശ്വസ്തത മൂലം ആ ഒരു യാത്രയ്ക്ക് പോകാൻ നിങ്ങൾക്കുള്ള ആത്മധൈര്യം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിക്കുക. തളർന്നു പോയാൽ കുഴപ്പമില്ല, നമ്മുടെ അപ്പനല്ലേ, കരുണയുള്ളവനാണ് ദൈവം. ദൈവം നിങ്ങളെ സഹായിക്കും. ആമേൻ.